ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടുള്ള ദം ചിക്കൻ നിറവാണ്. ചിക്കൻ നിറവ് നമ്മൾ പല വിധത്തിൽ കഴിച്ചിട്ടുണ്ടാവും. കറിയായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, അതുപോലെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ സൽക്കാരങ്ങളിലൊക്കെ താരമായി ഇറക്കാൻ പറ്റിയ ഈ ഒരു വെറൈറ്റി ദം ചിക്കൻ നിറവ് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് കാണാം. ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള വെളുത്തുള്ളി മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ഫെനൽ സീഡ്സ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി എടുക്കാം. അതുപോലെ ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീര് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മളെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 700 ഗ്രാമിൻ്റെ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമ്മൾ വരയിട്ട് കൊടുക്കുകയാണ്, മസാലകളൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി. നമ്മൾ ഇതുപോലെ കത്തി താഴേക്ക് കുത്തി ഇറക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ചോളും. പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ മാക്സിമം 1 കിലോ വരെ വലുപ്പമുള്ള തൂക്കമുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ തൂക്കമുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും, കൂടുതൽ സമയം എടുക്കും. ചെറിയ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇനി നമ്മളൊരു ചോപ്പറിലേക്ക് വലിയൊരു വലിയുള്ളി അഥവാ സവാള ഇട്ട് കൊടുക്കുകയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്യാപ്സിക്ക, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എന്നിവ ഇട്ട് കൊടുത്തുകൊണ്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്യണം എന്നില്ല, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിൽ നിന്ന് പകുതി വെജിറ്റബിൾസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ബാക്കി പകുതി നമുക്ക് മറ്റൊരു മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി ഈ പകുതി വെജിറ്റബിൾസിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ മസാലക്കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിൽ വളരെ നല്ലത് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഈ മിക്സ് ചെയ്തെടുത്ത മസാലക്കൂട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മൾ കത്തി കൊണ്ട് കീറി കൊടുത്ത ഭാഗമില്ലേ, അതിനകത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും. എത്രത്തോളം സമയം ഫ്രിഡ്ജിൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഈ മസാല റെഡിയാക്കിയിട്ട് രാവിലെയാണ് ചിക്കൻ റെഡിയാക്കാൻ എടുക്കുന്നത് എങ്കിൽ അത്രയും നല്ലത്. ഈ മസാലയിൽ ഈ ചിക്കൻ എത്ര സമയം കിടക്കുന്നോ അത്രയും ഈ ചിക്കൻ്റെ ടേസ്റ്റ് കൂടുകയായിരിക്കും ചെയ്യുക. ഫ്രിഡ്ജിൽ മീൻസ് ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്താണ് കേട്ടോ വെക്കേണ്ടത്, അല്ലാതെ ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്. ഇനി ചിക്കൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പാനിൽ അതിനുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. അതിന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ആ മാറ്റി വെച്ചില്ലേ പകുതി വെജിറ്റബിൾസ്, അതെല്ലാം കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇത് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം മാറും വരെ മാത്രം ഇത് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയായി. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ മസാലക്കൂട്ടില്ലേ അതിട്ട് കൊടുത്തുകൊണ്ട് ഇത് ഫില്ല് ചെയ്തിട്ട് എടുക്കുകയാണ്. മുട്ട വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അകത്തേക്ക് തള്ളി വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിത് ഇവിടെ ആ ഭാഗത്ത് നൂല് വെച്ച് തുന്നി കൊടുക്കുന്നൊന്നുമില്ല. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അവിടെ തുന്നി കൊടുക്കും. കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ട പൊട്ടിത്തെറിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒരു നൂല് വെച്ച് ഇത് കെട്ടിക്കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിക്കാണും. ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വേവാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഒരു 25 മിനിറ്റ് മുതൽ 35 മിനിറ്റിൻ്റെ ഇടയിലൊക്കെ ആവും. കാരണം ചിക്കൻ്റെ സൈസിനനുസരിച്ച് സമയത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ടൈം പറയാത്തത്. ഇനി നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ്. ഫ്ലെയിം വളരെ സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും, ചിക്കനും കരിഞ്ഞു പോവും, അതിലെ മസാലയും കരിഞ്ഞു പോവും. അതുകൊണ്ട് ഫ്ലെയിം വളരെ സിമ്മിൽ തന്നെ വെക്കണം. ഇപ്പം നമ്മൾ അലൂമിനിയം ഫോയിലൊക്കെ മാറ്റി ഇത് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെരിച്ചിട്ട് കൊടുക്കാം. സൈഡ് ഭാഗം കൂടി മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ കംപ്ലീറ്റ് ആയി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡും കൂടി ഒന്ന് മൊരിയാൻ വേണ്ടി 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കനിലെ ഈ മസാലയില്ലേ, അത് ചിക്കനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മൾ അതും കൂടി ചേർത്തിട്ട് വേണം കഴിക്കാൻ. ഞാനിവിടെ ഈ ചിക്കനിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ചിക്കൻ ഒരു റെഡിഷ് കളർ ഇല്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിതിന് ഒരു തല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ക്യാരറ്റും അരിപ്പൊടിയും ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ വറുത്തിടുന്ന പോലെ കിസ്മിസും ഒനിയനും കൂടി വറുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.